രാമേന്ദ്രൻ, ഇന്നാണെന്ന് എനിക്ക് തോന്നുന്നത് പുതിയ ഒരു വിവാദം അതിനെ തിരികൊളുത്തി കഴിഞ്ഞു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട ഒംബുഡ്സ്മാനെ നിയമിച്ച സമയത്ത് അതിലേക്ക് മന്ത്രിസഭ കണ്ടെത്തിയത് സഖാവ് എം ലോറൻസിൻ്റെ പെങ്ങളുടെ മകൻ ആയിട്ടുള്ള ബാബു മാത്യുവിനെയാണ്. അപ്പോൾ അതിൽ ചില നിയമ തടസ്സങ്ങളാണ് വിവാദമായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണ് വിവാദപരമായി മാറുന്നത്, എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്? ബാബു മാത്യു പി ജോസഫിന്റെ കാര്യത്തിൽ രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഇത് ഉപകാര സ്മരണയാണ് എന്ന് വ്യാഖ്യാനം വരാനുള്ള വ്യാഖ്യാനം ഉണ്ട്. വ്യാഖ്യാനം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് RS ശശികുമാർ ലോകായുക്തയ്ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പിന്നെ 18 മന്ത്രിമാർ, ഇവർക്കെല്ലാവർക്കും, കാരണം മന്ത്രിസഭാ യോഗ തീരുമാനം അനുസരിച്ചിട്ട് ഉഴവൂർ വിജയൻ ഉണ്ടല്ലോ, NCP നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നെടുത്ത് കുറെ പൈസ കൊടുത്തു. വേറെ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോടിയേരിയുടെ വണ്ടി ഇടിച്ചു മരിച്ച ഒരു പോലീസ് ഓഫീസറുടെ കുടുംബത്തിനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നേരത്തെ വലിയ വിവാദമൊക്കെ ആയി വന്നതാണ്. പിന്നെ അതെ, അപ്പൊ ആ ദുരിതാശ്വാസ നിധി അങ്ങനെ ദുരുപയോഗം ചെയ്തതിനെതിരെ ഈ ലോകായുക്തയ്ക്ക് പരാതി കൊടുത്ത സമയത്ത് ലോകായുക്ത സിറിയക് ജോസഫ്, 2 ഉപലോകായുക്ത ഹാരൂൺ അൽ റഷീദ്, പിന്നെ ബാബു മാത്യു പി ജോസഫ്, ഈ ലോറൻസിന്റെ പെങ്ങളുടെ മകൻ ബാബു മാത്യു പി ജോസഫ്, ഇവര് ഉപലോകായുക്തമാര് ആയിരുന്നു അന്ന്. ആ കേസിൽ അത് പിണറായി വിജയന് അനുകൂലമായിട്ട് ആണ് വിധിച്ചത് ഈ ലോകായുക്ത. അപ്പോൾ അതിൻ്റെ ഉപകാരസ്മരണയായിട്ടാണ് ഈ നിയമനം എന്ന് ആണ് ആരോപണം. അതല്ലാത്ത നിയമപ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്, അത് ഞാൻ പറയാം. വിരമിച്ച ജഡ്ജിയാണ് ബാബു മാത്യുവിനെ അറിയാമല്ലോ. പിന്നെ അപ്പോൾ അദ്ദേഹത്തിന് ഈ ഉപലോകായുക്ത ആയ ശേഷം അദ്ദേഹത്തിന് വേറൊരു നിയമനം മന്ത്രിസഭ കൊടുക്കാൻ ശ്രമിച്ചതാണ്. അത് ഈ നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിലെ പ്രൊഫഷണൽ കോളേജുകളിലെ അഡ്മിഷൻ ചെയർമാൻ, അഡ്മിഷൻ സൂപ്പർവൈസറി ആൻഡ് ഫീ റെഗുലേറ്ററി കമ്മിറ്റി ഫോർ പ്രൊഫഷണൽ കോളേജസ്, പ്രൊഫഷണൽ കോളേജുകളിലെ ഈ ഫീസൊക്കെ നിശ്ചയിക്കുന്ന സമിതിയുടെ ചെയർമാനായിട്ട് ഒരു നിയമനം കൊടുക്കാൻ ശ്രമിച്ചതാണ്. അന്ന് ഈ ശശികുമാർ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ഇത് ശരിയല്ല. ശശികുമാർ സ്ഥിരം പരാതിക്കാരനാണ്. അങ്ങനെ അത് നടക്കാതെ പോയി. 2025 സെപ്റ്റംബറിൽ ഇങ്ങനൊരു നിയമനത്തിനൊരു ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ് മന്ത്രിസഭ. അപ്പോൾ പിണറായിക്കെതിരായ കേസ് CMDRF, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്, ദുരിതാശ്വാസ നിധി, അത് 2023 ആ കേസ്. അപ്പോൾ ആ ദുരുപയോഗത്തിൽ ക്ലീൻ ചിറ്റ് ലോകായുക്ത കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഈ സേവ് യൂണിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പ്രവർത്തകനാണ് ഈ RS ശശികുമാർ. ഡെപ്യൂട്ടി രജിസ്ട്രാറും ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ഇതിൽ വേറൊരു നിയമപ്രശ്നം വരാൻ സാധ്യതയുള്ളത്, മന്ത്രിസഭായോഗം ഇന്നലെ തീരുമാനിച്ചു ഈ നിയമനം തദ്ദേശ ഓംബുഡ്സ്മാനായിട്ട്. പക്ഷേ കേരള ലോകായുക്ത ആക്ട് 1999 അതിൽ പറയുന്നത് ലോകായുക്ത, ഉപലോകായുക്ത എന്നിവർ പിരിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് കീഴിൽ പ്രതിഫലമുള്ള ഒരു പദവികളും സ്വീകരിക്കരുത് എന്ന ആക്ടിൽ എഴുതി വച്ചിട്ടുണ്ട്, സ്വീകരിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും അതോറിറ്റി, സർക്കാരിൻ്റെ കീഴിൽ കോർപ്പറേഷൻ, കമ്പനികൾ, സൊസൈറ്റി അല്ലെങ്കിൽ സർവകലാശാല, ഇതിലൊന്നും ശമ്പളമുള്ള പദവികൾ സ്വീകരിക്കരുതെന്ന് ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആക്ടിന് വിരുദ്ധമല്ലേ ഈ ഓംബുഡ്സ്മാനാക്കി നിയമിക്കുന്നത് എന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ശശികുമാർ വീണ്ടും ഒരു പരാതി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തട്ടിപ്പോകാനും സാധ്യതയുണ്ട് നിയമനം. ഇതൊക്കെ നിയമം നോക്കിയിട്ട് വേണം ചെയ്യാൻ. സർക്കാരിനെതിരായ ഇതെന്തുകൊണ്ടാണ് ആക്ടിൽ പിന്നീട് പദവികൾ സ്വീകരിക്കരുത് എന്ന് എഴുതി വെച്ചത് എന്താന്ന് വെച്ചാൽ, സർക്കാരിനെതിരായ കേസുകളാണ് ലോകായുക്തയുടെ മുമ്പിൽ വരുന്നത്.
പിന്നീട് ഒരു സർക്കാർ നിയമനം കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ സർക്കാരിന് അനുകൂലമായിട്ട് വിധിച്ചുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണല്ലോ, അങ്ങനെ വരുന്നതും അങ്ങനെ വിചാരിക്കുന്നത്. അതെ, കാരണം ഈ നമുക്കിപ്പോൾ ഈ ബെഹ്റയുടെയൊക്കെ കാര്യങ്ങൾ അറിയാവുന്നതാണ്, പലരുടെയും കാര്യങ്ങൾ അങ്ങനെ അറിയാവുന്നതാണ്. നമ്മൾ പലപ്പോഴും സർക്കാരിനെതിരെ വിമർശനമായിട്ട് വരുന്ന കാര്യവും അത് തന്നെയാണ്. കാരണം ഇതൊരു ഉപകാരസ്മരണയുടെ പ്രശ്നമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും, അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അതുകൊണ്ടാണ് ആ നിയമത്തിൽ അങ്ങനെ എഴുതാൻ. നായനാരുടെ കാലത്താണ് ആ ആക്ട് വന്നത്. നായനാരുടെ കാലത്ത് തന്നെയാണ് അങ്ങനെ എഴുതി വെച്ചത്. അപ്പോൾ 1999 നായനാർ സർക്കാരിൻ്റെ കാലത്ത് അതും കൂടി എഴുതി വെച്ചു. അപ്പോൾ ശശികുമാർ ഇത് ചോദ്യം ചെയ്തല്ലോ മറ്റേ നിയമൻ. അപ്പോൾ ആദ്യം തന്നെ പരാതി കൊടുത്തല്ലോ ലോകായുക്തയിൽ. ആ സമയത്ത് ഈ ആക്ട് ഭേദഗതി ചെയ്തു. ഭേദഗതി ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ വ്യവസ്ഥ നീക്കിയില്ല. പിന്നീട് പദവി സ്വീകരിക്കരുത് എന്നുള്ള വ്യവസ്ഥ നീക്കിയിട്ടില്ല. അതിപ്പോഴും ആക്ടിലുണ്ട്. ഇതിന്റെ പ്രശ്നമായി ഇതിനൊക്കെ ഒരു നിയമോപദേശം എന്ന് പറയുന്ന സാധനം കൊടുക്കുന്ന കുറെ ആളുണ്ടല്ലോ. അതെ, ഇവന്മാരെന്ത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. CMDRF ദുരുപയോഗ കേസിൽ തീരുമാനം വരാനിരിക്കെ 2022 ലോകായുക്ത ആക്ട് ഭേദഗതി ചെയ്തു ഈ സർക്കാർ. അത് സെക്ഷൻ 14 ആണ് ഭേദഗതി ചെയ്തത്. ലോകായുക്ത ആ ഭേദഗതി ചെയ്ത ഭാഗം എന്താണെന്നറിയാമോ? ലോകായുക്ത ഇങ്ങനെ വിധിച്ചു കഴിഞ്ഞാൽ പൊതുജന സേവകന് ആ സ്ഥാനം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് എതിരായി വിധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം പോകുമെന്ന് പറയുന്ന വ്യവസ്ഥ ആണ് ഭേദഗതി ചെയ്തത്. അപ്പോൾ ഈ റിപ്പോർട്ട്, ഈ ലോകായുക്തയുടെ തീരുമാനം കോമ്പറ്റന്റ് അതോറിറ്റിക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളാം എന്നാണ് ഭേദഗതി. കോമ്പറ്റന്റ് അതോറിറ്റി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയല്ലേ, തള്ളിക്കളയാം. വ്യവസ്ഥ കൊണ്ടുവന്ന് ഭേദഗതി ചെയ്തു. അന്ന് ഭേദഗതി ചെയ്യുമ്പോഴേ ആ ഭേദഗതി ചെയ്യാനിരിക്കുന്നതായിട്ടുള്ള നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ ഒറ്റ ഒബ്ജക്റ്റീവ് ഉള്ളൂ, അത് കോമ്പറ്റന്റ് അതോറിറ്റിയെ സംരക്ഷിക്കൽ മാത്രമേ സംരക്ഷിക്കുക മാത്രം. രണ്ടാമത്തെ നിയമനം കൊടുക്കുന്ന കാര്യം കൂടി നോക്കി അതും കൂടി ഭേദഗതി ചെയ്യണമായിരുന്നു. അല്ല, അതങ്ങനെ അവർ അന്നത്തെ പരിഗണനയിൽ കാണില്ല. അതെ, അതാണ് പ്രശ്നം. അതെ, പക്ഷെ ഇപ്പോ ഇതിന് നിയമോപദേശം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് അതൊക്കെ വായിച്ചു നോക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഈ ആളുകളെയും സർക്കാരിനെയും തന്നെ കുഴപ്പത്തിലാക്കുക അല്ലേ? അതാണ് സംഭവിച്ചിരിക്കുന്നത്. നാറ്റിച്ചു. ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അന്ന് ഈ നിയമ ഭേദഗതി ഇങ്ങനെ കോമ്പറ്റന്റ് അതോറിറ്റിക്ക് തള്ളാം എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് രാഷ്ട്രപതിക്ക് അയച്ചു ഒപ്പിടാതെ. പക്ഷേ 2024 ദ്രൗപദി മുർമു അത് ഒപ്പിട്ടു. അത് സർക്കാർ അത് പിടിച്ചു വെച്ചതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഒപ്പിട്ട് കൊടുത്തത് രാഷ്ട്രപതി. 2018 ശശികുമാർ മുഖ്യമന്ത്രിക്കും 18 മന്ത്രിമാർക്കും എതിരെ ലോകായുക്തയെ സമീപിച്ചത്. NCP നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന്, പിന്നെ ആ കോടിയേരിയുടെ വണ്ടി മരിച്ച പോലീസ് ഓഫീസറുടെ കുടുംബം, അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നെടുത്ത് ആളുകൾക്ക് വീട് വെക്കാനൊന്നും പൈസ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സിറിയക് ജോസഫ്, ഹാറൂൺ അൽ റഷീദ്, ബാബു മാത്യു. അപ്പോൾ 2023 നവംബറിലാണ് ഈ ക്ലീൻ ചീറ്റൊക്കെ കൊടുത്ത് വിധിയൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ആക്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ഉപലോകായുക്തയ്ക്ക് ഇങ്ങനെ ശമ്പളം കിട്ടുന്ന പദവി സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗം ബാബു മാത്യുവിനെ തദ്ദേശ സ്വയംഭരണ ഓംബുഡ്സ്മാനായിട്ട് നിയമിച്ചു? എന്തടിസ്ഥാനത്തിൽ? അടുത്ത കാലത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന്റെ ഡയറക്ടർ ആയിരിക്കെ ആ ശമ്പളമുള്ള പദവിയിൽ തന്നെ ഇരിക്കുമ്പോൾ കെ ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. തെറ്റായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞിട്ടാക്കിയ പോരെ? അല്ല, ഇതിന്റെ പ്രശ്നം ഇതാണ്. ഈ നിയമോപദേശകർ എന്ന് പറഞ്ഞ് കയറിയിരിക്കുന്ന ആൾക്കാർ അവരുടെ കസേര മാനിക്കുകയോ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയോ ചെയ്യാതെ അവരാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, അവരെ കെണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 കേസിൽ അങ്ങനെയാണ് സംഭവിച്ചത്. ജയകുമാറിന്റെ കേസും അങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞാൽ അവരതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ജയകുമാറിന് ആ മാനേജ്മെന്റ് ഗവൺമെന്റ് പ്രശ്നത്തിൽ തന്നെ ഡോക്ടർ ബി അശോക് കൊടുത്തൊരു കേസ് കിടപ്പുണ്ട് കോടതിയില്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ പ്രായം കഴിഞ്ഞിട്ടും അതിനൊരു പരിധി ഉണ്ടല്ലോ, പ്രായപരിധി, അതൊക്കെ കഴിഞ്ഞ ആളാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ കേസിൽ ജയകുമാർ തട്ടിപ്പോവും. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് പദവിയിൽ നിന്ന് തട്ടിപ്പോവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഒരു ലാവണം വേണമല്ലോ, അപ്പൊ ഇതും കൂടി കൊടുത്തതാ. പക്ഷെ അതിൽ നിന്ന് മാറ്റിയിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. അതെ, അതാണ് ഇവർക്ക് ബുദ്ധി വളരെ കുറവാണെന്നുള്ളതാണ് പ്രശ്നം. ഈ ബുദ്ധി ഉപദേശം മാത്രമല്ല, നിയമം മാർക്സിസ്റ്റുകൾക്ക് വിഷയമല്ല, അതാ പ്രശ്നം. അല്ല, ഞങ്ങൾ ചെയ്താണെന്നുള്ള നിയമം പഠിക്കാതെ എന്തിനാണ് നിയമോപദേശം കൊടുക്കുന്നത്? നിയമം അറിയാമെങ്കിൽ നിയമോപദേശം കൊടുക്കുക, അല്ലെങ്കിൽ വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ഉപകാര സ്മരണ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.